ബംഗ്ലാദേശിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയത് മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ. അതിർത്തി കടക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മേഘാലയ മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി അതിർത്തിയിലെ സാഹചര്യം ചർച്ച ചെയ്തെന്ന് കോൺറാഡ് സാഗ്മ പറഞ്ഞു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ ഒരവസ്ഥയിൽ പറയേണ്ടത് കാരണം ഭാരതത്തിന്റെ വിവിധ അതിർത്തികൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ കൃത്യമായ ജാഗ്രത മുന്നോട്ട് വെച്ച് തന്നെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായ ഒരു നിലപാട് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ അപമാനിക്കുന്നു, അവിടുത്തെ ക്ഷേത്രങ്ങൾ കത്തിക്കുന്നു, അവിടുത്തെ ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വലിയ സംഘം അവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത്. കഴിഞ്ഞ ദിവസം വന്ന പ്രതികരണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അവിടുത്തെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നത് ഒരു നരകതുല്യമായ ഒരു ജീവിതം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം. ഏറ്റവും പുതിയതായി പറയുകയാണെങ്കിൽ എഴുത്തുകാരന്മാരുടെ എല്ലാം സംഘടന, അല്ലെങ്കിൽ പൗരപ്രമുഖരുടെ, അല്ലെങ്കിൽ വളരെ പ്രമുഖരായ വ്യക്തികളെല്ലാം കൂടി ഒരു തുറന്ന കത്ത് അതിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. കാരണം ഹിന്ദു സമൂഹത്തെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ഹൈന്ദവർ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കണം എന്നുള്ള തരത്തിലേക്കെല്ലാം ഭാരതം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് അതിർത്തിയിൽ കൃത്യമായ ജാഗ്രത വന്നിരിക്കുന്നത്, അല്ലേ? നാല് സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത്. മേഘാലയ, ത്രിപുര, അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തികഞ്ഞ ജാഗ്രതയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ നിൽക്കുന്ന ഈ വേളയിൽ ഭീകരവാദികൾ, അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിൽ നിന്നും കൂടുതൽ ആൾക്കാർ നുഴഞ്ഞു കയറും, അതിൽ ക്രിമിനലുകൾ അടക്കം ഉൾപ്പെടുമെന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ, അതായത് ഈ നാല് സംസ്ഥാനങ്ങളുടെയും അതിർത്തിയിൽ തികഞ്ഞ സുരക്ഷയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിവിധ ഈ നാല് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രത്യേക യോഗം ചേർന്ന് ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിലെ ജയിലുകളിൽ നിന്നും കൊടിയ ക്രിമിനലുകൾ ചാടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും അവിടെ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് അവർ അതിർത്തി കടന്ന് ഇവിടേക്ക് എത്തുമെന്നുള്ള നിരീക്ഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. അത്തരം റിപ്പോർട്ടുകൾ BSF അടക്കമുള്ള മറ്റ് ഏജൻസികൾക്കും നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്രസേനയെ കൂടുതലായി ഈ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്നു. അതായത് BSF അടക്കം കൂടുതലായി ഇവിടേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ കൂടുതലായി സംസ്ഥാന പോലീസിൻ്റെ ഒരു വിന്യാസവും ഉണ്ടായിരിക്കുന്നു. അതിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ മുഖ്യമന്ത്രിമാരുമായി പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. കേന്ദ്രസേനയ്ക്ക് ഇടപെടാൻ കഴിയുന്നതിലും കൂടുതൽ ഉചിതമായി, അല്ലെങ്കിൽ യഥാസമയത്ത് അവിടെ സംസ്ഥാന പോലീസിന് ഇടപെടാൻ കഴിയും. കാര്യം കൃത്യമായ അതിർത്തികൾ ഏതെല്ലാം വഴികളിൽ ഈ ബംഗ്ലാദേശിൽ നിന്നും ഇവിടേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമമുണ്ടാകും തുടങ്ങിയ കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര ഏജൻസിയെക്കാളും ഒരുപക്ഷെ സംസ്ഥാന പോലീസിന് കൂടുതൽ വ്യക്തതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോലീസിൻ്റെ കൂടുതൽ ജാഗ്രത വേണം എന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വെച്ചതും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് മുഖ്യമന്ത്രിമാരെ അവിടുത്തെ പോലീസ് മേധാവിയും അതേപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ മുൻകരുതലുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ അക്രമം ഉണ്ടായപ്പോൾ തന്നെ ഇത് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, ഇത് വലിയ വർഗീയ കലാപങ്ങളിലേക്കും അല്ലെങ്കിൽ വലിയ കലാപങ്ങളിലേക്ക് വഴിതെളിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ ഭാരതത്തിൻ്റെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അന്നു മുതൽ തന്നെ ഈ അതിർത്തികൾ കൃത്യമായി തന്നെ ബന്ധോസാണ്, സുരക്ഷിതമാണ്. അതേസമയം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇടയ്ക്ക് സ്വീകരിച്ച ചില നിലപാടുകൾ അത് വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അതായത് ഈ ബംഗാളിൽ അവിടെ നിന്നുമുള്ള കുടിയേറ്റക്കാർക്ക് പശ്ചിമ ബംഗാളിലേക്ക് വരാം, അവർക്ക് അഭയം നൽകുമെന്നുള്ള പ്രസ്താവനകൾ അത് പലതരത്തിലുള്ള വിവാദമായിരുന്നു. പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ പോലും കടുത്ത രൂക്ഷമായ വിമർശനം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ടല്ല അവിടെ മമതയുടെ പ്രതികരണം എന്നായിരുന്നു. ഏതായാലും അത്തരം ചില നിലപാടുകൾ പോലീസിനെ സ്വാധീനിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് പശ്ചിമ ബംഗാളിൽ അത്തരം പോലീസും ചിലയിടങ്ങളിൽ പോലും അവിടെ മയപ്പെട്ട ഒരവസ്ഥയുണ്ട്. സ്വാഭാവികമായും അവിടേക്ക് കൂടുതൽ പശ്ചിമ ബംഗാൾ ഭാഗത്തേക്ക് ഈ ബംഗ്ലാദേശിൽ നിന്നും കൂടുതൽ ആൾക്കാർ വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ പശ്ചിമ ബംഗാളിൽ അവിടെ CISFൻ്റെയും അതേപോലെ തന്നെ CRPFൻ്റെയും അടക്കം, അതായത് അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ കൂടുതൽ കമ്പനികളെ അവിടെ വിന്യസിച്ചു, പശ്ചിമ ബംഗാൾ അടക്കമുള്ളത്. മറ്റ് ഇടങ്ങളിൽ BSFും അതേപോലെ തന്നെ അതാത് സംസ്ഥാന പോലീസും ചേർന്നുകൊണ്ട് അതിർത്തി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ രാജ്യത്ത് പലയിടങ്ങളിലായി നടക്കുന്നു. ഹർ
ചാക്കർ തിരങ്ക അതേപോലെ തന്നെ തിരങ്ക യാത്രകൾ നടക്കുന്നു, ആഘോഷ പരിപാടികൾ നടക്കുന്ന സാഹചര്യത്തിൽ പൊതുവേ രാജ്യത്ത് നയതന്ത്ര പ്രധാനമായ സ്ഥലങ്ങളിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും എല്ലാം തന്നെ കൂടുതൽ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്ത അല്ലെങ്കിൽ ശക്തിപ്പെടുത്തിയ ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബംഗ്ലാദേശിൽ നിന്നും ഇത്തരമൊരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ആ സുരക്ഷാ സംവിധാനങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കി എന്നുള്ളതാണ്. ഈ അതിർത്തികളിൽ മാത്രമല്ല, പൊതുവേ രാജ്യത്ത് ഇപ്പോൾ സുരക്ഷ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം മുൻകൈ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 4 സംസ്ഥാനങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മേഘാലയയിൽ നിന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണമടക്കം ഇതിനോടകം തന്നെ പുറത്തുവന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നന്ദൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥ കൂടുതൽ കാര്യമായി തന്നെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. മാത്രവുമല്ല, മമതാ സർക്കാരിൻ്റെ പ്രീണന നയം മുതലെടുത്ത് ഭീകരവാദികൾ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുമോ എന്നൊരു ഭയവും അല്ലെങ്കിൽ ഉത്കണ്ഠയും വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം നേരത്തെ തന്നെ പങ്കുവച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഈ ചില മത തീവ്രവാദികൾ അല്ലെങ്കിൽ ഇസ്ലാം മത തീവ്രവാദികളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വെല്ലുവിളികളാണ് നടത്തിയിരുന്നത്. കാരണം ഇന്ന് ബംഗ്ലാദേശ് ആണെങ്കിൽ നാളെ ഭാരതം, അല്ലെങ്കിൽ ഇന്ന് ഷെയ്ഖ് ഹസീനയാണെങ്കിൽ നാളെ നരേന്ദ്രമോദി എന്നുള്ള ചില വെല്ലുവിളികൾ. പക്ഷേ വെല്ലുവിളി നടത്തിയ സ്ഥലം മാറിപ്പോയി എങ്കിൽ പോലും കൃത്യമായി തന്നെ ഭാരതത്തിന് ഒരു ശക്തമായ നിലപാടുണ്ട്, അതുമായി മുന്നോട്ട് പോകും. എന്നിരുന്നാൽ പോലും കൃത്യമായി രാജ്യത്തുടനീളം, കാരണം നമുക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെല്ലാം മുന്നോട്ട് വരികയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും നന്ദൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തന്നെയല്ലേ? മാത്രവുമല്ല, സ്വാതന്ത്ര്യദിന പരേഡ് അടക്കം നടക്കുന്ന സ്ഥലങ്ങളിൽ കനത്ത സുരക്ഷയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ അതിർത്തി 4 സംസ്ഥാനങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത്. അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാൾ തന്നെയാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ സർക്കാർ പുലർത്തുന്ന സമീപനം തന്നെയാണ്. സ്വാഭാവികമായും അവിടെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തുക എന്നുള്ള മമതാ ബാനർജിയുടെ ലക്ഷ്യം. ഒപ്പം തന്നെ അവിടെ ധാരാളമായി നേരത്തെ തന്നെ ഉയർന്ന ആക്ഷേപങ്ങളായിരുന്നു. അവിടെ ഈ പശ്ചിമ ബംഗാളിൽ നിന്നും ധാരാളം ആൾക്കാർ അവിടെ കുടിയേറി വോട്ടർ പട്ടികയിലടക്കം പേര് നേടി അവസാനം അത് വോട്ടവകാശത്തിലേക്ക് അവർ എത്തിയിരിക്കുന്ന അവസ്ഥ. അങ്ങനെയാണ് അവിടെ പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാർ തുടർന്നു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ അവിടെ ഈ ബംഗ്ലാദേശിൽ ഇത്തരം വലിയ കലാപങ്ങൾ അവിടെ പുറപ്പെട്ട, അല്ലെങ്കിൽ അവിടെ കലാപങ്ങൾ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലായ ഒരു അവസ്ഥയിൽ അവിടുന്ന് കൂടുതൽ ജനങ്ങൾ പലായനം ചെയ്തു വരേക്കാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വരുന്നെങ്കിൽ അത് ഭാരതത്തിലേക്ക് തന്നെ ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് ത്രിപുരയാണെങ്കിലും മേഘാലയ ആണെങ്കിലും അസം ആണെങ്കിലും അവിടെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ഈ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഇത്തരം നിലപാട് പോലീസിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്നുള്ള ആശങ്ക യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിനും കേന്ദ്ര സർക്കാരിനുമുണ്ട്. അതായത് ബംഗ്ലാദേശികൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവരോട് ഉദാരമായ നിലപാട് പശ്ചിമ ബംഗാൾ പോലീസ് പുലർത്തുമോ എന്നുള്ള അത്തരം സംശയങ്ങൾ നിലനിൽക്കുന്ന കൂടിയൊരു പശ്ചാത്തലത്തിൽ അവിടെയാണ് കേന്ദ്രസേനയുടെ ഒരു പ്രാതിനിധ്യം കൂടുതൽ വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. അവിടെ അഡീഷണൽ ഫോഴ്സിനെയാണ് ഇപ്പോൾ ഈ പശ്ചിമ ബംഗാളിൽ വിന്യസിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ അത് കൂടുതൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്.